ക്രിപ്റ്റോകറൻസി ഒരു ഡിജിറ്റൽ കറൻസിയാണ്. പണമായി നമ്മൾ കയ്യിൽ പിടിക്കുന്ന നോട്ടോ ചില്ലറായോ അല്ല. ഇത് ഇന്റർനെറ്റിലൂടെ മാത്രമുള്ള ഒരു കറൻസിയാണ്. അതുകൊണ്ടാണ് ഇതിനെ ക്രിപ്റ്റോ കറൻസി എന്ന് വിളിക്കുന്നത്. കാരണം ഇത് ക്രിപ്റ്റോഗ്രാഫി എന്നൊരു സെക്യൂരിറ്റി ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്നു. ഇത് ബാങ്ക് ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന കറൻസി അല്ല. ഇതിനെ ഡീസെൻട്രലൈസ്ഡ് കറൻസി എന്ന് പറയുന്നു. ഉദാഹരണത്തിന്, നമുക്ക് അയാളെ നേരിട്ട് ക്രിപ്റ്റോ അയക്കാം, ബാങ്ക് ഇടപെടാനാവില്ല. ഇത് തന്നെയാണ് ക്രിപ്റ്റോയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ക്രിപ്റ്റോകറൻസിയുടെ ആദ്യത്തെ കറൻസി ബിറ്റ്കോയിൻ 2009-ൽ തുടക്കം കുറിച്ചു. ഇത് ഒരു ലിമിറ്റഡ് കറൻസിയാണ്, അതിനാൽ തന്നെ അതിന്റെ ഡിമാൻഡ് വർദ്ധിച്ചു. ഇന്ന് ഇതിന്റെ വില 95 ലക്ഷങ്ങളിലാണ്. പക്ഷേ അതിന്റെ വലിയ പ്രൈസ് കൊണ്ട് ഞങ്ങൾ പേടിക്കേണ്ട, കാരണം വളരെ കുറച്ച് രൂപയും കൊണ്ട് ക്രിപ്റ്റോ ഷെയർ വാങ്ങാം. നമുക്ക് ക്രിപ്റ്റോ വാങ്ങാൻ വേണ്ടത് ഒരു വാളറ്റ് ആപ്പ്, ഉദാഹരണം ബിനാൻസ്, ബൈബിറ്റ്, ട്രസ്റ്റ് വാളറ്റ്, ഒരു എക്സ്ചേഞ്ച് അക്കൗണ്ട്, പണമിടക്. നമുക്ക് ഇന്ത്യൻ റുപ്പീസ് ഉപയോഗിച്ച് ക്രിപ്റ്റോ വാങ്ങാനും വില കൂടുമ്പോൾ വിൽക്കാനും കഴിയും. ഇന്ത്യയിൽ ക്രിപ്റ്റോ നിരോധിച്ചിട്ടില്ല. നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ അതിന് കാണിക്കുന്നതുപോലെ ലാഭം കിട്ടുമെന്ന് ഉറപ്പ് ഇല്ല. ഇത് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാനും ലോസ് വരുത്താനും സാധ്യതയുള്ളതാണ്. അതുകൊണ്ടുതന്നെ നാം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനു മുമ്പ് നല്ലൊരു അന്വേഷണവും അറിവും വേണം. ഇപ്പോൾ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി എന്താണ് മനസ്സിൽ ആയല്ലോ. ഇതുപോലെ കൂടുതൽ മലയാളം ക്രിപ്റ്റോ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കും ക്രിപ്റ്റോ എങ്ങനെ വാങ്ങാമെന്ന്. പറയുന്നത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാകും. നെക്സ്റ്റ് വീഡിയോ അടിപൊളിയാക്കാം.